രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് വന്ന ചിലവാണ് പുതിയ വാർത്ത. കന്യാകുമാരി മുതൽ കശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ ഒന്നാം ഭാരത് ജോഡോ യാത്രയ്ക്ക് കോൺഗ്രസ് ചിലവഴിച്ചത് 71.8 കോടി രൂപയാണെന്നാണ് കണക്കുകൾ പറയുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പാർട്ടി ചെലവഴിച്ച മൊത്തം തുകയുടെ 15%. ഈ കാലയളവിൽ വിവിധ പ്രീ പോൾ സർവേകൾക്കായി 40 കോടി രൂപയും കോൺഗ്രസ് ചിലവഴിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭാവനകൾ ഉൾപ്പെടെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് 2022-23 സാമ്പത്തിക വർഷം കോൺഗ്രസിന് ലഭിച്ചത് 452 കോടി രൂപയാണ്. അതേസമയം 2021-22 സാമ്പത്തിക വർഷം 541 കോടി രൂപയും ലഭിച്ചിരുന്നു. പാർട്ടിക്ക് ലഭിക്കുന്ന പണം കുറയുകയാണെങ്കിലും ചെലവിൽ വർധനവാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. 2022-23 സാമ്പത്തിക വർഷത്തിലെ ചെലവ് 467 കോടി രൂപയാണ്. ഇതിന് തൊട്ടു മുൻപത്തെ വർഷം ചെലവ് 400 കോടി രൂപയായിരുന്നു. 2022-23 സാമ്പത്തിക വർഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് ചെലവഴിച്ചത് 192.5 കോടി രൂപയാണ്. 2021-22 സാമ്പത്തിക വർഷം പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത് 279.5 കോടി രൂപയും. എന്നാൽ ഈ കാലയളവിൽ പ്രീപോൾ സർവേകൾക്കായി പാർട്ടി വൻതോതിൽ പണം ചെലവഴിക്കുന്നു എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. 2021-22 സാമ്പത്തിക വർഷം പ്രീപോൾ സർവേകൾക്കായി കോൺഗ്രസ് ചെലവഴിച്ചത് വെറും 23 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇത് 40 കോടിയായി ഉയർന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം കോൺഗ്രസിന് ലഭിച്ചത് 171 കോടി രൂപയാണ്. തൊട്ടു മുൻപത്തെ വർഷം ലഭിച്ചത് 236 കോടി രൂപയും. അതേസമയം ഭാരത് ജോഡോ യാത്രയുടെ രണ്ടാം ഘട്ടമായ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ പര്യടനം തുടരുകയാണ്. സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് വാക്കുപോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പര്യടനം തുടരുന്നത്. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമ്പോഴും ദേശീയ നേതൃത്വം കരുതലോടെയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. CPIM നേതാക്കൾ യാത്രയുടെ ഭാഗമായി. അതേസമയം ഭാരത് ജോഡോ ന്യായ് യാത്ര രാഷ്ട്രീയമായി കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. യാത്ര നടത്താൻ രാഹുൽ തീരുമാനിച്ച സമയം ശരിയല്ലെന്ന വാദമാണ് ഒരു വിഭാഗം ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപേ ഇന്ത്യ മുന്നണിയെ പരമാവധി തളർത്താൻ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരായ പോരാട്ടം നയിക്കാതെ ഊർജവും ശ്രദ്ധയുമെല്ലാം യാത്രയിൽ കേന്ദ്രീകരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന യാത്ര ഏതാനും മാസം മുൻപെങ്കിലും നടത്തേണ്ടിയിരുന്നു. തെരഞ്ഞെടുപ്പിലെ സഖ്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം, തന്ത്രരൂപീകരണം എന്നിവയടക്കമുള്ള കാര്യങ്ങളിൽ നിർണായക ഇടപെടലുകൾ നടത്താൻ ഡൽഹിയിൽ നിൽക്കേണ്ട സമയത്ത് രാഹുൽ രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലൂടെ ബസ് യാത്ര നടത്തുന്നത് കോൺഗ്രസിന് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നും ഇവർ പറയുന്നുണ്ട്.